പ്രിയമുള്ളവരെ, ഇരിങ്ങാട്ടിലുള്ള ജീനിയേഴ്സ് കൾച്ചറൽ സെൻറ്റർ 7ാമത് വാർഷികാഘോഷം ഈ ജീനിയേഴ്സ് ഗാല 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഷബീർ അലിയാണ് സ്വാഗതം പറഞ്ഞത്. സെക്രട്ടറി മുഷ്താഖ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം OM കരുവാരകുണ്ടാണ് നിർവഹിച്ചത്. പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ, സിറാജ് PC, കുഞ്ഞുട്ടി KCA, രാജേഷ് ട്രോമ കെയർ, സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. അനസ് CK നന്ദിയും പറഞ്ഞു. രക്തദാനത്തിന് തയ്യാറുള്ള 300ഓളം യുവാക്കളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ജീനിയേഴ്സ് റെഡ് ക്രോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗോ ലോഞ്ചിങ്ങും നടന്നു. ഇരിങ്ങാട്ടിരി കോളനി, നെല്ലിക്കലടി, കുന്നത്തങ്ങാടി എന്നിവരുടെ അംഗൻവാടിയിലെ കുട്ടികൾ, ക്ലബ്ബ് അംഗങ്ങളും ഒക്കെ കൂടിയാണ്ട് വിവിധ കലാപരിപാടികളും തുടർന്ന് സിത്താര ഇരിങ്ങാട്ടിരി സംഘവും അണിയിച്ചൊരുക്കിയ മ്യൂസിക് നൈറ്റും നടന്നു. ചെറിയൊരു വീഡിയോ. ജീനിയസിൻ്റെ ചെറിയൊരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ജീനിയസിൻ്റെ പ്രോഗ്രാം ആസ്വദിക്കാൻ എത്തിയെന്ന് തന്നെ എങ്ങനെയാണ് നിങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നത് അറിയുന്നില്ല. ഈ പരിപാടിയിലേക്ക് ആദ്യം നിങ്ങളെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 7 വർഷം പിന്നിടുകയാണ് ജീനിയസിന്റെ പ്രവർത്തന മേഖല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു സാമൂഹികമായും കലാപരമായും എല്ലാ മേഖലകളിലും ജീനിയസിൻ്റെതായ വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ട്. ഇരിങ്ങാട്ടിരി കൂടുതലായിട്ട് സംസാരിക്കുകയല്ല. ഇതുവരെ ഒരു വാർഷികാഘോഷം എന്ന പരിപാടി ഈ രീതിയിൽ ജീനിയസ് ഇതുവരെ നടത്തിയിട്ടില്ല. വളരെ വ്യത്യസ്തമായ രീതികളിലായിരുന്നു ജീനിയസിന്റെ എല്ലാ വാർഷികാഘോഷങ്ങളും ഇവിടെ നടന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷവും അതിന്റെ മേലത്തെ വർഷമൊക്കെ നടന്ന പരിപാടി എന്ന് പറയുന്നത് IPL എന്ന പരിപാടിയാണ്. ഇരിങ്ങാട്ടിരി പ്രീമിയർ ലീഗ്. ഇരിങ്ങാട്ടിരിയിലെ 200-ൽ പരം യുവാക്കളെ 4 ഗ്രൂപ്പാക്കി തിരിച്ച് അവർക്ക് കായികപരമായ പല മത്സരങ്ങളും ഒരു മാസക്കാലം നീണ്ടുനിന്ന ഇരിങ്ങാട്ടിരിയിലെ ഒരു മഹോത്സവമായി 2 വർഷം നമ്മൾ കൊണ്ടാടി. ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്റ്റേജ് പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെട്ട പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ 2006-2007 കാലഘട്ടത്തിൽ ജീനിയസിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തനത്തിൻ്റെ ജീനിയസ് എന്ന നാമധേയവും പ്രിയപ്പെട്ട സിറാജ് PCയുടെ നേതൃത്വത്തിൽ ജീനിയസ് എന്ന നാമധേയം നൽകിക്കൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് ജീനിയസ് ഉയരുമെന്ന് അന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. തുറന്നു പറയട്ടെ, അന്നൊക്കെ ശരിക്ക് പുറത്തിറങ്ങാൻ തന്നെ എന്തോ പ്രവർത്തനത്തിനിറങ്ങാൻ തന്നെ ചെറുപ്രായമല്ലേ, ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റം വന്ന് 2000 വർഷങ്ങൾ കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ നമ്മുടെ ജീനിയസിനെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുകളുമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഇത് ക്ലബ് സൊസൈറ്റി രൂപത്തിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന നേതൃത്വം നമുക്ക് വന്നപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം അത് ജീനിയസ് കൾച്ചറൽ സെൻറ്റർ എന്ന നാമധേയത്തിൽ 2017 രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് അതിനങ്ങോട്ട് ജീനിയസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് ഈ വാർഷികം പേരിന് കൊണ്ടാടുന്നതിന് പകരം വാർഷികം എന്ന പേരിൽ കായിക മേഖലയിലുള്ള യുവാക്കളുടെ കഴിവിനെ പ്രസിദ്ധിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പറയുകയുണ്ടായി. ഞാനിന്ന് സിത്താരക്ക് സ്വീകരണം കൊടുക്കുന്നത് മാത്രമാണെന്ന് കരുതുന്നത്. അങ്ങനെയല്ല, ഈ ക്ലബിൻ്റെ വാർഷികമാണ്. ക്ലബിൻ്റെ വാർഷിക ദിനം ആചരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ജീനിയസ് എന്ന് പറയുന്ന കൂട്ടായ്മയെക്കുറിച്ച് ഞാനിവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു. അപ്പോൾ അതിൽ നിന്ന്
ഞാൻ ശരിക്കും സംതൃപ്തനാണ്. ഇവർ പ്രവർത്തിക്കുന്നത് വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഏത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടല്ല, മറ്റുള്ള കാര്യങ്ങളിലെ ബുദ്ധിമുട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ആ ടീനേജിലൊക്കെ വളർന്ന് വലുതായിട്ട് ഒന്ന് നന്നായി തീരാൻ, അല്ലെങ്കിൽ ആ കടമ്പ, ടീനേജ് എന്ന് പറയുന്ന ആ കടമ്പ കടന്ന് കിട്ടാൻ വളരെയധികം വിഷമം പിടിച്ചൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ജീനിയസ് ഈ ചെറുപ്രായക്കാരെ കാലഘട്ടത്തിൻ്റെ നാടാകെ ഒന്നായിട്ട് നിന്നുകൊണ്ട് പല പരിപാടികളും നടത്തി പാലിയേറ്റീവിന് തുക കണ്ടെത്തുന്നതിൽ ഏർപ്പെട്ടപ്പോൾ അന്ന് ഈ ഭാഗത്തു നിന്ന് ജീനിയസിന്റെ കുട്ടികൾ പിരിച്ചെടുത്ത് തന്നത് നമുക്ക് 1 ലക്ഷത്തിൽ പരം രൂപയായി. അന്ന് ഏറ്റവും കൂടുതൽ തുക പിരിച്ചു തന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ തുരുമ്പോടയിലെ 3 സഹോദരന്മാർക്ക് വേണ്ടി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർത്തെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നിവിടെ ഇപ്പോൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട, നിങ്ങൾ കണ്ടില്ലേ, ഒരു ബ്ലഡിന്റെ ഒരു ഗ്രൂപ്പ്. പല അത്യാവശ്യ ഘട്ടങ്ങളിലും നമ്മുടെ കുടുംബത്തിന് ഒരു കുപ്പി ബ്ലഡ് വേണ്ടി വന്നാൽ നമ്മൾ നെട്ടോട്ടം ഓടാറില്ലേ? ആ സമയത്താണ് 300-ൽ പരം അംഗങ്ങളെ ഉൾപ്പെടുത്തി ഇവർ ഒരു ആപ്പ് ഫോം ചെയ്യുന്നത്. ഇവരെ നമ്മൾ അഭിനന്ദിക്കണ്ടേ? നമ്മുടെ യുവത്വം MDMന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാതൃകമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നാടിന് തന്നെ മാതൃകയാവുന്ന ഈ ജീനിയസിലെ കുട്ടികളെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. കഴിഞ്ഞ മന്തി ചാലഞ്ചിന്റെ കാലത്ത് കരുവാരക്കുണ്ടിലെ യുവത്വം ക്ലബ്ബുകളുടെ കൂട്ടായ്മ ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുത്ത ആ പരിപാടിക്ക് ഈ കുട്ടികൾ നമുക്ക് പിരിച്ചു തന്നത് 1,78,000 രൂപയായിരുന്നു. അതും ഈ നാടിന് മാതൃകയാണ്. ഔദ്യോഗികമായി 7 വർഷം തികച്ചുവെങ്കിലും അതിനു മുമ്പ് തന്നെ അനൗദ്യോഗികമായി കർമ്മരംഗത്ത് ഈ ജീനിയസ് ബോയ്സ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഒരു മരപ്പലകയിൽ ചോക്കെടുത്ത് ജീനിയസ് എന്നൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു പേര്, ആ ഒരു അഡ്രസ്സ് ഒരു വലിയ കൂടാരം പോലെ നാടിന് തന്നെ ഇന്ന് തണലായി നിൽക്കുകയാണ്. അവർ തൊട്ടതെല്ലാം ജീനിയസ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധം തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് അസൂയാവഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാലിയേറ്റീവിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നാട് വളരെയധികം കലുഷിതമായ കഞ്ചാവിൻ്റെയും MDMയുടെയും ഒക്കെ പിറകെ ചെറുപ്പക്കാർ ഈ യുവരക്തം ഓടുമ്പോൾ അതിലേക്കൊന്നും തന്നെ തിരിഞ്ഞുപോലും നോക്കാതെ മറ്റു ജാതി മത രാഷ്ട്രീയ കെട്ടുപാടുകളെ ഒന്നും ശ്രദ്ധിക്കാതെ അവരുടേതായ തനതായ രീതിയിൽ ഉറച്ച കാൽവെപ്പുകളുമായിട്ട് മുന്നോട്ട് വന്ന ഒരു ബോയ്സിന്റെ കൂട്ടായ്മയാണ് ജീനിയസ് എന്ന് പറയുന്നത്. മേഖലകളിലും കായിക മേഖലകളിലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും എന്നും ഒരു പടി മുന്നിൽ നിൽക്കുന്ന കരുവാരക്കുണ്ട് ജീനിയസ് കൾച്ചറൽ സെന്റർ ഇരിങ്ങാട്ടിരിയുടെ 7ാം വാർഷിക സമ്മേളനത്തിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ജീനിയസ് കൾച്ചറൽ സെന്റർ കരുവാരക്കുണ്ടിലെ 46ഓളം ക്ലബ്ബുകളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് എന്നതിൽ ഒരു സംശയവുമില്ല.